ശബരിമല നെയ്ക്രമക്കേടിൽ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് പുറത്തായി. മിൽമയിൽ നിന്ന് ടെൻഡറില്ലാതെ വാങ്ങിയതിൽ 2.27 കോടി ദേവസ്വം ബോർഡിന് നഷ്ടം എന്നതാണ് റിപ്പോർട്ട്. മുഴുവൻ നെയ്യും സന്നിധാനത്ത് എത്തിയില്ല എന്ന സംശയം ഉയരുകയാണ്. പരിശോധനാ സംവിധാനത്തിലെ ഗുരുതരമായ വീഴ്ചകളും സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിച്ചു. പ്രശാന്ത് കൃഷ്ണവരങ്ങളുമായി. പ്രശാന്ത്, ഈ മിൽമയിൽ നിന്ന് ടെൻഡറില്ലാതെ നെയ്യ് വാങ്ങുന്നത് ഏത് സാഹചര്യത്തിലാണ്? അങ്ങനെ വാങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു എന്നതാണ് കണ്ടെത്തൽ? മറ്റ് നെയ്യ് വാങ്ങുന്നത് വലിയ തോതിൽ നെയ്യിൽ മായം കലരുന്നു എന്നതുകൊണ്ടാണ് PS പ്രശാന്തിന്റെ ഭരണസമിതി 2025 മിൽമയിൽ നിന്ന് നെയ്യ് വാങ്ങാൻ തീരുമാനിച്ചത്. ശബരിമലയിലെ അപ്പം അരവണ നിർമ്മാണത്തിനാണ് പ്രധാനമായും ഈ നെയ്യ് ഉപയോഗിക്കുന്നത്. പക്ഷേ അങ്ങനെ വാങ്ങിയ നെയ്യിലും വലിയ ക്രമക്കേട് അതിൻ്റെ പേരിൽ ശബരിമലയിൽ നടന്നു എന്നതാണ് വ്യക്തമാകുന്നത്. ഏതായാലും വിജിലൻസ് അന്വേഷണം, ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണം ദേവസ്വം ബോർഡ് ഇതിൽ തുടങ്ങിയിരിക്കുന്നു. ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ ഈ പ്രാഥമിക റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഒരു ഉത്തരവിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് പ്രകാരം ഈ കരാറില്ലാതെ മിൽമയ്ക്ക് ഈ നെയ്യ് വിതരണം ഏൽപ്പിച്ചതിലൂടെ 2.7 കോടി, അതായത് കൃത്യമായി പറഞ്ഞാൽ 2,27,76,435 രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നതാണ്. ഇവിടെ 1.5 ലക്ഷം ലിറ്റർ നെയ്യ് 7 കോടി രൂപയ്ക്കാണ് ദേവസ്വം ബോർഡ് 2025 മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് വാങ്ങിയത്. ഈ വാങ്ങി ശബരിമലയിലേക്ക് മല കയറ്റി സന്നിധാനത്ത് എത്തിച്ച നെയ്യിൽ അധികവും വ്യാജൻ കലർത്തിയതായിരുന്നു. അതായത് മിൽമയിൽ നിന്ന് വിതരണം ചെയ്ത നെയ്യല്ല അവിടെ എത്തിച്ചേർന്നതെന്നാണ്. പമ്പയിലെ പരിശോധനാ സംവിധാനത്തിൽ തന്നെ വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട്. അവിടെ മുഴുവനായി അവിടെ എത്തിയത് മിൽമയിൽ നിന്ന് അയച്ച നെയ്യല്ലാതെ വ്യാജ നെയ്യും കൂടെ കലർത്തിയാണ്. അപ്പോൾ ഈ പമ്പയിലെ പരിശോധനയിലും വലിയ അട്ടിമറി നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാം തന്നെ ഒരു വിശദമായ അന്വേഷണം നടത്തണമെന്നാണ്, അതായത് ഉചിതമായ ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തണമെന്നാണ് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ തട്ടിപ്പ് അവിടെ നടന്നു ശബരിമലയിൽ. അത് ഈ നെയ്യ് മിൽമ നെയ്യ് എന്ന പേരിൽ വ്യാജ നെയ്യ് കൂടി കലർത്തി എത്തിച്ചു എന്നതാണ്. ഇവിടെ പമ്പയിൽ പൂർണ്ണമായും സാമ്പിളുകൾ പരിശോധിക്കാത്ത നെയ്യും സന്നിധാനത്തേക്ക് എത്തിച്ചു എന്നതാണ്. ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ട്? ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിധിയിൽ വരുന്ന ഈ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൻ്റെ മാത്രം നേരത്തെ തന്നെ സംശയ നിഴലിലാണ്. ഇതിനോടൊപ്പം തന്നെ ദേവസ്വം ജീവനക്കാരുടെ പങ്കടക്കം അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഇക്കാര്യത്തിലുള്ള ഉത്തരവ് എന്ത് എന്നത് ഇനി ഏറ്റവും പ്രധാനവുമാണ്. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. ഹൈക്കോടതിയുടെ നിലപാട് എന്തായിരിക്കും എന്നാണ് വളരെ പ്രധാനം. ശബരിമലയിൽ നെയ്യ് എത്തിച്ചതുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുണ്ട് എന്നാണ് സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ ഹൈക്കോടതി ഇക്കാര്യത്തിൽ എന്താ നിലപാട് സ്വീകരിക്കുന്നത് വളരെ പ്രധാനമായി മാറുകയാണ്.